അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിന് ആദ്യമായിട്ട് തന്നെ പൈനാപ്പിളും തേങ്ങയും വെച്ചിട്ട് ജ്യൂസ് അടിക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ അതൊന്ന് അടിച്ച് നോക്കാൻ വിചാരിച്ചിട്ട് അടിക്കാൻ നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കയ്യിൽ തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പൈനാപ്പിളും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളം പാർന്നിട്ട് ഒന്നാണ്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പഞ്ചസാര ഞാൻ കുറച്ചോളം ചേർക്കുന്നത് ഇപ്പോൾ മധുരമൊന്നും വല്ലാതെ ആരും ഉപയോഗിക്കില്ലല്ലോ. ആദ്യമൊക്കെ നമ്മൾ പച്ചവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കുടിച്ചിരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. ഇപ്പം എത്ര കുറച്ച് പഞ്ചസാര ഇട്ടാലും അത് കൂടുതലായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അതാ ഞാനങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറുക്കം കൂടിയപ്പോൾ അരിച്ചിട്ട് കിട്ടണില്ല. അത് വീണ്ടും ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ടിട്ട് നല്ല ലൂസാക്കി കൊടുത്തിട്ട് വീണ്ടും അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്ത് ശരിയാക്കട്ടെ. പിന്നെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മൾ പൈനാപ്പിളും ഐസും കട്ടയും പഞ്ചസാര ഇട്ടിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കുമല്ലോ, ആ ജ്യൂസിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഇട്ടാ. എനിക്കത്ര ടേസ്റ്റ് തോന്നിയില്ല. അപ്പം ഇത് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് പാർന്ന് മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് സീയപ്പാണ് കേട്ടോ. അതിന് ഞാൻ അരിപ്പൊടി കൊണ്ടല്ല ഞാൻ ഉണ്ടാക്കണത്, നമ്മൾ പച്ചരി പുതിർത്തിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതങ്ങനെ ഞാനിത് സീയപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടണ പച്ചരി ആയിരുന്നു. അപ്പോഴേക്ക് ഞാൻ ലേശം നെല്ല് കുത്തി അരി ഉണ്ടായിരുന്നു, അതും പാടെ കൂട്ടി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ ഉണ്ടാക്കി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇന്നലെ പലിച്ചൊക്കെ ഉണ്ടാക്കിയതായിരുന്നു ഞാൻ, പഴം പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ അത് 2-3-4 കഷ്ണം ബാക്കി വന്നപ്പോൾ അതൊന്ന് ഉടച്ചിട്ട് അതുകൊണ്ടൊരു ഇലയിലട ഉണ്ടാക്കാൻ ഇനി നോമ്പ് തുറക്കാറാകുമ്പോഴത്തേന് പൊരിക്കടി ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ അതിക്ക് ലേശം അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ വാഴൻ്റെ ഇലയിൽ ഒന്നുകൊണ്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ. എല്ലാവരും തേങ്ങ ചിരവും ശർക്കര പൊടിക്കല്ലേ ചെയ്യുക, ഞാൻ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. തേങ്ങ പൊടിക്കും, ശർക്കര ചിരവിയതാണ് കേട്ടോ. അതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൂട്ടി കൊടുക്കുക. പിന്നെ അതിൻ്റെ വക്കൊന്നും ക്ലിയർ ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. ഇഡ്ഡലി ചെമ്പ് ചൂടാക്കി തട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടോ. ഇതപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് സീയപ്പത്തേക്ക് ചട്നിയാണ് ഉണ്ടാക്കണം കേട്ടോ. അതിന് ഞാനൊരു വറ്റൽമുളകും ഒരു 5-6 ചെറിയ ഉള്ളിയും ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് വാട്ടിയെടുത്തിട്ട് ഞാൻ ചട്നിക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഉള്ളിയും മുളകും വാട്ടിയത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം പാർന്നിട്ടൊന്നുകൊണ്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എണ്ണയും മുളകും വാട്ടിയ ചട്ടിയിൽ തന്നെ ലേശം കൂടെ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും വേപ്പിൻ്റെ ഇല ഇട്ട് പൊട്ടിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നിൻ്റെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ചൂടാക്കണുള്ളൂ, ചട്നി തിളക്കാൻ പാടില്ലല്ലോ. ഒന്നിന് ചൂടാക്കി എടുത്തിട്ടാണ്. പിന്നെ അപ്പോഴത്തേന് ഞാൻ വത്തക്കൊക്കെ ഒന്ന് കട്ടാക്കി വെച്ചിരുന്നു.